എല്ലാ വർഷവും മലയാള മാസമായ കർക്കിടകത്തിൽ ജൂലൈ, ഓഗസ്റ്റ് തൃശ്ശൂരിലെ വടക്കുംനാഥൻ ക്ഷേത്രം ആനയൂട്ട് അഥവാ ആനയ്ക്ക് തീറ്റ കൊടുക്കുന്ന ചടങ്ങിന് വേദിയാകുന്നു. ആയിരക്കണക്കിന് ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷകമാക്കുന്ന ഈ പരിപാടി ഈ പുരാതന ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഉജ്ജ്വലസ്ഥലമായ ആഘോഷമാണിത്. കേരളത്തിലെ പുണ്യമൃഗങ്ങളായി കണക്കാക്കപ്പെടുന്ന ആനകളെ ബഹുമാനിക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആനമുഖനായ ഗണപതിയുടെ അനുഗ്രഹം തേടുന്നതിനുമാണ് ആനയൂട്ട് നടത്തുന്നത്. ക്ഷേത്ര പരിസരത്ത് ആനകളെ ഒറ്റ നിരയിൽ നിർത്തുന്നതാണ് ചടങ്ങ്. മഴക്കാലത്ത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഉണ്ടായിട്ടിരുന്നിട്ടും മതപരമായ ആചാരം പോലെ തന്നെയാണ് ഒരു കാഴ്ചയായ തീറ്റ കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ആളുകൾ ആകാംക്ഷയോടെ തടിച്ചുകൂടുന്നു. ആനകൾക്കുള്ള പ്രത്യേക തീറ്റ ആയുർവേദ തത്വങ്ങൾക്കനുസൃതമായാണ് തയ്യാറാക്കുന്നു. അതിൽ കരിമ്പ്, അരി, നെയ്യ്, തേങ്ങ, ശർക്കര, ആയുർവേദ മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നു. ആനകളുടെ ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പോഷക മിശ്രിതം രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. ആഘോഷത്തിൻ്റെ ആരംഭത്തെ പ്രതീകപ്പെടുത്തുന്ന തരത്തിൽ മുഖ്യ രോഹിതൻ ആനക്കുട്ടിക്ക് സമർപ്പിക്കുന്ന യാഗത്തോടെയാണ് അന്നദാനം ആരംഭിക്കുന്നത്. ആനയൂട്ടിൻ്റെ ഉത്ഭവം കേരളത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ നിൽക്കുന്നതാണ്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ആനകൾക്ക് എല്ലായ്പ്പോഴും ഒരു പ്രധാന സ്ഥാനമുണ്ട്. അവയെ പോറ്റുന്നത് ഒരു ശുഭകരമായ പ്രവൃത്തിയായാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ വാസ്തുവിദ്യ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായ വടക്കുംനാഥൻ ക്ഷേത്രം ഈ പരിപാടിയുടെ കേന്ദ്രബിന്ദുവായാണ് മാറുന്നത്. ഇത് ധാരാളം പങ്കാളികളെയും കാണികളെയും ആകർഷിപ്പിക്കുന്നു. ആനകൾക്ക് ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, അതിനോടൊപ്പമുള്ള സമ്പന്നമായ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചാണ് ചടങ്ങ്. ഗജപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ 50 പുരോഹിതന്മാരാണ് നടത്തുന്നത്. തേങ്ങ, ശർക്കര, അവിൽ, മലർ, അരി, എള്ള്, തേൻ, കരിമ്പ്, നാരങ്ങ എന്നിവ സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങുകൾ. അലങ്കാരങ്ങളില്ലാത്ത ആനകളെ നിരവധി ആളുകളുടെ മധ്യേ ആരാധിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ആ കാഴ്ചയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ആകർഷണം. ആനകൾക്ക് അരിയുണ്ടകൾ, പൈനാപ്പിൾ, മറ്റ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എന്നിവ നൽകുന്നതാണ് ഈ തീറ്റക്രമം. ഇത് സന്തോഷവും ഭക്തിയും നിറഞ്ഞ ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആനയൂട്ട് വെറുമൊരു ഉത്സവം മാത്രമല്ല, ഈ മഹത്തായ ജീവികളെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ഗണപതിയുടെ പ്രീതി നേടാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ വേരൂന്നിയ മനുഷ്യരും ആനകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഘോഷമാണിത്. ഏകദേശം 7000 പേർ പങ്കെടുക്കുന്ന ഒരു വലിയ വിരുന്നോടെയാണ് ഈ പരിപാടി അവസാനിക്കുന്നത്. ഇത് ഒരു പ്രധാന സാംസ്കാരിക സാമൂഹിക സംഘമായി മാറുന്നു. സമ്പന്നമായ ചരിത്രവും ആത്മീയ പ്രാധാന്യമുള്ള വടക്കുംനാഥൻ ക്ഷേത്രം ആനയൂട്ടിനുള്ള ഏറ്റവും മികച്ച പശ്ചാത്തലം ഒരുക്കുന്നു. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, എറണാകുളം ശിവകുമാർ, കുട്ടൻകുളങ്ങര അർജുനൻ, പുതുപ്പള്ളി കേശവൻ തുടങ്ങിയ 52 ആനകൾ പങ്കെടുത്തു. തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി എന്ന പിടിയാനയ്ക്ക് ആദ്യ ഉരുള നൽകി വടക്കുംനാഥ ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി രാവിലെ 9:30 ആനയൂട്ടിന് തുടക്കമിട്ടത്.